NHS ക്ലാസ്സിന്റെ കെമിസ്ട്രി വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റോമിക് മാസ് ഉപയോഗിച്ച് എങ്ങനെ കെമിക്കൽ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അത് ഉപയോഗിച്ചുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ആറ്റം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്. കെമിക്കൽ റിയാക്ഷൻസുകൾ ഒന്നും ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഓരോ ആറ്റത്തിന്റെയും ഇൻഡിവിജ്വൽ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോളിക്യൂളിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ് തമ്മിലുള്ള ബേസിക് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും അധികം അറിയാവുന്ന ഒരു മോളിക്യൂളാണ് H2O എന്ന് പറയുന്നത്. H2O എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ. അതിനുള്ളിൽ നമുക്ക് H2O എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അവിടെ 2 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ഒരു വാട്ടർ മോളിക്യൂളിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂളിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാരവും ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ഭാരവും കൂടിയാൽ എത്രയാണോ അതായിരിക്കും ഒരു വാട്ടർ മോളിക്യൂളിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ ആറ്റോമിക് മാസ് എത്രയാണെന്നുള്ളതാണ്. കോമൺ ആയി നമുക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിലായാലും കെമിസ്ട്രി 10th വരെയുള്ള കെമിസ്ട്രികളൊക്കെ ആയാലും മോളിക്കുലർ മാസ്, മോളിക്കുലർ ഫോർമുലയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് ആറ്റങ്ങളുടെ ആറ്റോമിക് മാസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എല്ലാ ആളുകളും ഈ ആറ്റോമിക് മാസ് നമുക്ക് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. H ഹൈഡ്രജൻ ആണ്, ആറ്റോമിക് മാസ് 1 ആണ്. O ഓക്സിജൻ 16, C കാർബൺ 12, Ca കാൽസ്യം 40, S സൾഫർ 32, Zn സിങ്ക് 65.5, K പൊട്ടാസ്യം 39, Cl ക്ലോറിൻ 35.5, N നൈട്രജൻ 14 and Na സോഡിയം 23. അറ്റ്ലീസ്റ്റ് ഇത്രയും ഏകദേശം 10 ആറ്റംസിന്റെയെങ്കിലും ആറ്റോമിക് മാസ് നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കുന്നത് നമ്മുടെ എക്സാമുകളിലൊക്കെ ഒരുപാട് ടൈം നമ്മൾ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ ചാർട്ട് ഉപയോഗിച്ച് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഒരു H2O മോളിക്യൂളിനുള്ളിൽ? 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ 1 × 2 ആണ് ഹൈഡ്രജൻ ആറ്റം വാട്ടർ മോളിക്യൂൾസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെയിറ്റ്. ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം കൂടി ഉണ്ട് അവിടെ. ഓക്സിജന്റെ നമുക്ക് ചാർട്ടിൽ നോക്കാം, 16 ആണ് ഒരു ഓക്സിജന്റെ ഭാരം. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട് ഒരു മോളിക്യൂളിൽ? ഒരു ഓക്സിജൻ ആണുള്ളത്. അപ്പൊ ×1. ഇത് ആറ്റോമിക് മാസും ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ്. അതാണ് ഫോർമുല. ഓക്കെ, 16 എന്ന് പറയുന്നതാണ് ഓക്സിജന്റെ ആറ്റോമിക് മാസ്. 1 ആണ് അതിന്റെ നമ്പർ, ഒരു ഓക്സിജൻ ആറ്റാണ് അതിന്റെ ഉള്ളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 16. ദെൻ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 2 + 16 = 18. ഇതായിരിക്കും ഒരു H2O മോളിക്യൂളിന്റെ ഭാരം, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരെണ്ണത്തിന്റെ സിംഗിൾ ആറ്റത്തിന്റെ മാസ്. ഇങ്ങനെയാണ് നമ്മൾ ആറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ H2SO4 എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? H2SO4 നമുക്കറിയാം, കെമിക്കൽ ലാബുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡാണ് H2SO4. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡുകളിൽ ഒന്നാണ്. നോക്കാം, ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ആളുകളെ ഡിവൈഡ് ചെയ്ത് എഴുതാം. 2 ഹൈഡ്രജൻ ആറ്റം, ഒരു സൾഫർ ആറ്റം, 4 ഓക്സിജൻ ആറ്റം. അങ്ങനെ 7 ആളുകളാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഒരു H2SO4 മോളിക്യൂളിന്റെ ഉള്ളിലെ ടോട്ടൽ 7 ആളുകളാണ് ഉള്ളത്. ദെൻ നോക്കൂ, 2 ഹൈഡ്രജൻ ആറ്റം, 2 × ഹൈഡ്രജന്റെ ഭാരം എത്രയാ? 1. ഇനി ഒരു സൾഫർ ആറ്റം, 1 × സൾഫറിന്റെ വെയിറ്റ് എത്രയാ? 32. 4 ഓക്സിജൻ ആറ്റം, 4 × ഓക്സിജന്റെ വെയിറ്റ് 16. ഇതെല്ലാം കൂടി കൂട്ടി കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും ടോട്ടൽ H2SO4 മോളിക്യൂളിന്റെ വെയിറ്റ്. നമുക്ക് നോക്കാം, 2 × 1 2 + 32 × 1 32 + 16 × 4 64. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 32 × 64 96
98. നമ്മൾ H2O-നെയും സൾഫ്യൂരിക് ആസിഡിന്റെയും ഒക്കെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്, നമ്മൾ പഠിച്ച് കഴിഞ്ഞ കാര്യം തന്നെയാണ്, ഗ്രാം മോളിക്യുലാർ മാസ് ഓർ സിംപ്ലി മോളാർ മാസ്. ഗ്രാം മോളിക്യുലാർ മാസ് ഓർ മോളാർ മാസ്. ഗ്രാം മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത H2O എന്ന് പറയുന്ന മോളിക്യൂൾ, അതിന്റെ വെയിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് 1 ഓക്സിജൻ ആറ്റം. ടോട്ടൽ നമ്മൾ പറഞ്ഞു 2 into 1 plus 1 into 16 equal to 18 എന്ന് നമ്മൾ പറഞ്ഞു. ഈ 18 എന്ന് പറയുന്നതിനെ ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസിലും നമുക്ക് മോളാർ മാസ് ആയിരിക്കും സബ്സ്റ്റൻസിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊരു മോളിക്യൂൾ കിട്ടും, അതിന്റെ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ മറ്റ് കൺസെപ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് അവഗാഡ്രോ നമ്പറിന്റെ ഒക്കെ കാൽക്കുലേഷനിൽ നമുക്ക് മോളാർ മാസ് ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് വരാം. നമ്മുടെ എക്സാമുകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാതും ഈ മോളാർ മാസിനോട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. മോളാർ മാസും മോളിക്കുലാർ വെയിറ്റും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മോളിക്കുലാർ വെയിറ്റിനെ ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോളാർ മാസ് ആയി മാറി. നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് Zn required to liberate 560 ml of H2 gas at STP from H2SO4. സൾഫ്യൂരിക് ആസിഡും Zn കൂടി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യണം നമുക്ക്. ആ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് എത്ര ml ഹൈഡ്രജൻ ഗ്യാസ് വേണം? 560 ml ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യണം. അത്രയും ഗ്യാസ് ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഗ്രാം ഓഫ് സിങ്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ആ കെമിക്കൽ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Zn-ഉം H2SO4-ഉം തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് ZnSO4-ഉം പ്ലസ് H2. ഹൈഡ്രജൻ ഗ്യാസ് കിട്ടിയിട്ടുണ്ട്, ZnSO4 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട്, H2SO4 Zn തമ്മിലാണ് റിയാക്ട് ചെയ്തത്. ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റിയാക്ടൻസിന്റെ സൈഡിലുള്ള എല്ലാ ആളുകളും പ്രൊഡക്ട്സിന്റെ സൈഡിൽ എത്തിയിട്ടുള്ളതാണ്. Number of atoms in reacting sides of Zn must be equal to number of atoms in product side. Zn ഇവിടെ ഒരു Zn ആണുള്ളത്, അവിടെ ഒരു Zn തന്നെ ഉണ്ടാവണം. അതേപോലെ ഓരോ റിയാക്ടൻസിന്റെ സൈഡിലുള്ള ഓരോ ആറ്റങ്ങളും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ പ്രൊഡക്ട്സിന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടാവും. കെമിക്കൽ റിയാക്ഷൻസ് എഴുതാനുള്ള റൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ എഴുതിയുള്ള ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന്. 1 Zn ഇവിടെ ഉണ്ട്, H 2 H2 അവിടെ ഉണ്ട്, സൾഫർ 1 ഓക്സിജൻ 4 ഇക്വേഷൻ കറക്റ്റ് ആണ്. then നമുക്കറിയാം ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യം കാണാണ് 1 മോൾ ഓഫ് Zn ആണ് ഇവിടെയുള്ളത്, 1 മോൾ H2SO4 ആണ് ഇവിടെയുള്ളത്, 1 മോൾ ZnSO4 ആണ് ഇവിടെയുള്ളത്, 1 മോൾ H2 ആണ് ഇവിടെയുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, STP. STP means സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ ഒരു ഗ്യാസിന് നോർമലി 22400 ml or 22.4 ലിറ്റർ ഇതായിരിക്കും വോളിയം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 മോൾ ഓഫ് H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 22.4 ലിറ്റർ ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിൽ 1 മോൾ Zn എടുത്തിട്ടുണ്ടെങ്കിൽ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് കളക്ട് ചെയ്യേണ്ട കുറച്ച് ഡാറ്റാസ് ഉണ്ട്.
നമ്മുടെ റിയാക്ഷൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടണം. ആരൊക്കെ എവിടെ ഉള്ളത്? Zn എന്ന് പറയുന്ന ആളുണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളുണ്ട്, S എന്ന് പറയുന്ന ആളുണ്ട്, സൾഫർ O എന്ന് പറയുന്ന ആളുണ്ട്. Zn-ന്റെ ആറ്റോമിക് മാസ് എത്രയാ? Zn 65.5, ഹൈഡ്രജൻ 1, സൾഫർ നമ്മുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം 32, ഓക്സിജൻ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം 16. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു. ഇതിൽ ഇനി നമുക്ക് വേറെ ആളുകളുടെ ഒന്നും ആവശ്യമില്ല. Zn-ന്റെയും ഹൈഡ്രജന്റെയും മാത്രം ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. Zn-ല് എത്ര പറഞ്ഞിട്ടുള്ളത്? 1 mol of Zn. 1 mol of Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരൊറ്റ Zn ആറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 1 mol of Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം 65.5 gram of Zn എന്ന് നമുക്ക് ഉറപ്പിക്കാം. 65.5 gram of Zn. അത്രയും ഗ്രാം ഓഫ് Zn ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22.4 or 22400 ml of ഓക്സിജൻ നമുക്ക് കിട്ടും. സോറി, ഹൈഡ്രജൻ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എത്രയാ? 560 ml ഹൈഡ്രജൻ എത്ര വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഡാറ്റ ഒന്ന് എഴുതി നോക്കാം. 22400 ml ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടത് 65.5 gram of Zn. ഇതാണ് നമുക്ക് മനസ്സിലായത്. 1 mol of Zn കിട്ടി കഴിഞ്ഞാൽ 1 mol of H2 ഉണ്ടാവും. 1 mol of H2-ന്റെ ലിറ്റർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ. 1 mol of Zn-ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 64.5 gram. അങ്ങനെയാണെങ്കിൽ 1 ml of H2 എന്ന് പറയുന്നത് നോക്കി 65.5 divided by 22.400 gram of Zn എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാ? 560 ml. 1 ml 560 ml ആക്കാൻ വേണ്ടി ഞാൻ ഈ സൈഡിൽ 560 ആക്കി മാറ്റുന്നു. 560 ml H2. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും 560 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ വേണ്ടത്. 1നെ 560 ആക്കി. അങ്ങനെയാണെങ്കിൽ അവിടെ 65.5 divided by 22400 into 565. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 44.8 liter of H2 mixed with 22.4 liter of oxygen at STP. What will be the volume of steam and calculate its mass? അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. 2H2 plus O2 gives 2H2O. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നാം തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് എഴുതുന്നുണ്ട്. 44.8 liter of H2 and 22.4 liter of O2. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. നമുക്കറിയാം at STP-യില് നമ്മുടെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ഓഫ് വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മോൾ ആയിരിക്കും. അറ്റ് STP 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 1 മോൾ ആണ്. അതായത് ഒരു മോൾ ഗ്യാസിന് 22.4 ലിറ്റർ ഓഫ് വോളിയം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 44.8 എന്ന് പറയുന്നത് 2 മോൾ ഓഫ് ഗ്യാസിന്റെ വോളിയം ആണെന്ന് പറയുന്നത് തെറ്റില്ലല്ലോ. അടിയിൽ എഴുതിയിട്ടുള്ള H2-ന്റെ കേസാണ് ഇത്. H2-ന്റെ കേസും O2-ന്റെ കേസ് എങ്ങനെയാ? 22.4 ലിറ്റർ എന്ന് പറയുന്നത് 1 മോൾ ഓഫ് H2 ആണെന്ന് പറയുന്നതും തെറ്റില്ല. സോറി, 1 മോൾ ഓഫ് O2 ആണെന്ന് പറയുന്നതും തെറ്റില്ല. അങ്ങനെയാണ് നോക്കിയേ, ഇവിടെ 2 മോൾ ഓഫ് H2 പ്ലസ് 1 മോൾ ഓഫ് ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ ഓഫ് H2O ആണ് ഉണ്ടാവേണ്ടത്. അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 44.8 ലിറ്റർ ഓഫ് H2 മിക്സ്ഡ് വിത്ത് 22.4 ലിറ്റർ ഓഫ് O2. 44.8 ലിറ്റർ ഓഫ് H2 മിക്സ്ഡ് വിത്ത് 22.4 ലിറ്റർ ഓഫ് O2. അങ്ങനെയാണെങ്കിൽ യൂസ് എന്താ? 2 മോൾ ഓഫ് H2O. 1 മോൾ ഓഫ് H2O equal to 22.4 liter. Then 2 mol equal to 44.8 liter of H2O will be produced. 44.8 liter of H2O will be produced. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ്.
1 mole of H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തതാണ് 2 into 1 എന്ന് പറഞ്ഞാൽ H2 2 into H plus 1 into O, അതായത് 2 into 1 plus 1 into 16 equal to 18 gram ആണ് 1 mole of H2O എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് ഡാറ്റ അനുസരിച്ച് 2 mole of H2O ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. then 2 mole of H2O equals 18 into 2 equal to 36 gram. വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 36 gram എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.